പ്രഖ്യാപനങ്ങളിൽ മാത്രം റോഡ് നവീകരണം ഒതുങ്ങിയതോടെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി പീരുമേട് പാമ്പനാർ നിവാസികൾ. കരടിക്കുഴി, കുരിശുമൊട്ട, ചന്ദ്രവനം മേഖലയിലുള്ള ആളുകളാണ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. പീരുമേട് പഞ്ചായത്തിന്റെ 7ാം വാർഡ് കുരിശുമൊട്ടയിൽ നിന്നും ആരംഭിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് കുരിശുമൊട്ട ചന്ദ്രവനം പെരിയാർ റോഡ്. കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ നിരന്തര ആവശ്യമാണ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നത്. എന്നാൽ നാളിതുവരെയായി ജനങ്ങളുടെ ആവശ്യം അധികൃതർ മുഖവിലക്കെടുത്തിട്ടില്ല. 50ഓളം വരുന്ന കുടുംബങ്ങളും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ SC കോളനിയായ പ്രിയദർശിനി കോളനിയുമാണ് ഈ പ്രദേശത്തുള്ളത്. പീരുമേട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ ഈ റോഡ് വളരെ മോശമായിട്ട് കിടക്കുന്നത് കൊണ്ട് രാവിലെ കുട്ടികളെ കൊണ്ട് ഞാൻ 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ 7:30 പിള്ളേർക്ക് വണ്ടി വരുമ്പോൾ 7 മണിയെങ്കിലും ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും ചിലപ്പോൾ പിള്ളേർക്ക് വണ്ടി പോകും. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. അങ്ങനെ ആകുമ്പോഴത്തേനും എനിക്ക് 8 മണിയാകുമ്പോൾ പണിസ്ഥലത്തും ചെല്ലണം. പിന്നെ ആശുപത്രിയിലൊക്കെ പോകാനാണെങ്കിൽ പോലും ഒരു വണ്ടി പോലും വിളിച്ചാൽ ഇവിടെ വരാനൊരു നിവൃത്തിയില്ല. 300 രൂപ മുടക്കി ഞങ്ങളിവിടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾക്കൊരു 2000 രൂപ ചിലവാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ പിള്ളേരെ ചുമന്ന് ഇവിടെ മേളിൽ കയറി വന്നാലേ ഞങ്ങൾക്കൊരു വണ്ടി പോലും ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡിന് ഒരു ഫണ്ട് അനുവദിച്ച് തരണം. പല പ്രാവശ്യം ഫണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു തീരുമാനമായിട്ടില്ല. ഈ പിള്ളേരൊക്കെ പല പ്രാവശ്യം ഈ വഴിയിൽ ഉരുണ്ടു വീണിട്ടുണ്ട്. മൃഗങ്ങളുടെ ശല്യവും ഭയങ്കരമാണ് ഇവിടെ. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ടാക്സി വാഹനങ്ങൾ പോലും ഇവിടേക്ക് എത്താറില്ല. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഇവർ ഏറെ പണിപ്പെടുകയാണ്. ഈ റോഡിന്റെ ദുരവസ്ഥ മൂലം കഴിഞ്ഞ നാളുകളിൽ ഇവിടെ 4 ജീവനുകൾ പൊലിഞ്ഞതായും നാട്ടുകാർ പറയുന്നു. പരാതി കൊടുത്ത് മടുത്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പരാതിയായിട്ട് ചെന്നിട്ടുണ്ട്. അവിടെയെല്ലാം നോക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്ന് ചെന്നിട്ട് വേണം സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടാനായിട്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ചുമന്ന് കുറേ ദൂരം ഒരു 1.5-2 കിലോമീറ്ററോളം വന്നതിന് ശേഷം മാത്രമേ വാഹനത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ചിലപ്പം ജീവൻ നിൽക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ കുറേ മരണങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു ദേശത്ത് ഇതുവരെയായിട്ടും ഇങ്ങനെയൊരു റോഡ് ഉള്ള കാര്യം പോലും നിലവിലുള്ള ഭരണങ്ങൾക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർ ആദ്യം ചോദിക്കുന്നതാണ് അവിടെ അങ്ങനെ ഒരു റോഡുണ്ടോ എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത്. പല ഘട്ടങ്ങളിലായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും റോഡ് നവീകരണത്തിന് ഫണ്ടുകൾ പാസാക്കിയെങ്കിലും യഥാസമയം വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ജനങ്ങളുടെ ആരോപണം. തങ്ങളുടെ ആവശ്യത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം.